നിന്റെ ഭാഗത്തു ചിന്തിക്കുമ്പോ നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അമ്മാവൻ പറയുന്നതൊക്കെ 100% ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം അമ്മാവന് കിട്ടും. മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അവനാ, കമലേശ്വരത്തെ കാട്ടാളൻ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് ദുർഗാമ്മയും ഉണ്ണിയും വാമദേവനും കൂടെ മൊത്തം ചർച്ചയിലാണ് ഇവരെ എങ്ങനെ തകർക്കാം എന്നുള്ളത്. അപ്പൊ നമ്മുടെ വാമദേവനൊക്കെ മനസ്സിലായി ഇനി ചതിയിലൂടെ അല്ലാതെ ഇവരെ നേരിടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വാമദേവൻ കണ്ണന്റെ അരികിൽ വന്ന് പറയുന്നുണ്ട്, നീ ചെയ്തതാടാ മോനെ ശരി, നീയാണ് ശരി എന്നൊക്കെ പറയുകയാണ്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, അമ്മാവൻ അങ്ങനെ തോന്നുകയാണെങ്കിൽ അമ്മാവനെ അതുകൊണ്ട് ഗുണമുണ്ടാകൂ എന്നൊക്കെ നമ്മുടെ കണ്ണൻ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ കരുണയും കൂടി ഇങ്ങനെ ആളിക്കത്തുവാ. മുത്തശ്ശി പറയുന്നുണ്ട്, അവളെന്നെ വയസ്സാങ്കാലത്ത് ജയിലിൽ കയറ്റിയവളാ, അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയുക. അപ്പൊ നമ്മുടെ മോഹിനിയമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മോൾ എപ്പോഴും ഒരു കുഞ്ഞിനെ പ്രസവിക്കാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണോ, അതാണോ നിങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മോഹിനി ഇടയിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനെല്ലാം പിന്നിലെ കമലേശ്വരത്തെ ആ രാക്ഷസനാ, ബുദ്ധി രാക്ഷസനുണ്ടല്ലോ കണ്ണൻ, അയാളാണ് എന്നിങ്ങനെ പറയുക. അപ്പൊ കണ്ണനോടാണ് എല്ലാവർക്കും ഇപ്പൊ കടുത്ത ദേഷ്യം. ഇത്രയും നാള് നാടകം കളിച്ച് പറ്റിച്ചല്ലോ, അപ്പൊ ഈ ഗർഭം അങ്ങനെ ഉണ്ടായി എന്നുള്ളതും വലിയ ചോദ്യമാണ്. അപ്പൊ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അതിനൊക്കെ ഇപ്പോ വൈദ്യശാസ്ത്രത്തിൽ കുറെ പരീക്ഷണ എന്താ പറയാ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് മുത്തശ്ശി, അത് ചെയ്യുമോ എന്ന് ഞങ്ങൾ പേടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മുടെ കരുണ പറയുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഭയങ്കര ആളിക്കത്തലാണ് ഇനി നമ്മുടെ കമലേശ്വരത്ത് വരാൻ പോകുന്നത്. എന്തൊക്കെ അവർ ചെയ്തു കൂട്ടും എന്നുള്ളത് ഒരു പിടിയും ഇല്ല കേട്ടോ. നമ്മുടെ കരുണ സമനില തെറ്റിയിരിക്കുകയാണ്. വേണമെങ്കിൽ ചതിയിലൂടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ മുന്നിൽ സ്നേഹം അഭിനയിച്ചും നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്തായാലും കാത്തിരുന്നതിനെ കാണട്ടപ്പെടുത്തിയ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.